ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷ ശ്രീകാന്തിനോട് പറയാണ്, അതെ, അവൾ വേറൊന്നും കൊണ്ടല്ല ഇങ്ങോട്ട് വന്നത്, നിങ്ങളെ പാർട്ട്ണർഷിപ്പിലാക്കിയതും വേറൊന്നും കൊണ്ടല്ല. ശ്രീകാന്തേ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നുമില്ലേ? ഇപ്പം നീ അവിടെ റെസ്റ്റോറൻറ്റ് ചെല്ലാത്തത് കൊണ്ടേ വലിയ ഇടിവ് തന്നെയായിരിക്കും റെസ്റ്റോറൻറ്റിന് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് ഇല്ലാതെ അവിടെ ഒരു കാര്യവും ഓടില്ലെന്ന് അവൾക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ വന്ന് ഇങ്ങനൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ശ്രീകാന്തേ, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം. നമ്മുടെ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് വരെ ഈ എഗ്രിമെൻറ്റിന് വാല്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും ഇല്ല ശ്രീകാന്ത് എന്ന് പറയുകയാണ്. ഇത് കേട്ട് ശ്രീകാന്ത് ആകെ ഞെട്ടിപ്പോവാണ്. അവളെ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞതേ നമ്മുടെ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് വരെ നിന്നെ ഞാൻ അവിടെ ജോലിക്ക് വിടുള്ളൂ. നിൻ്റെ വാല്യൂ എന്താണെന്ന് അവൾ മനസ്സിലാക്കട്ടേന്നേ. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ആ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനായിട്ട് പറഞ്ഞത്. നിൻ്റെ വില എന്താണെന്ന് അവൾ മനസ്സിലാക്കട്ടെ. വർഷേ, നീ ആ കാര്യം വിട്. നമുക്ക് വേറെ വല്ല സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കാനില്ല. എനിക്ക് ഇത് മാത്രമേ സംസാരിക്കാനുള്ളൂ. നമുക്ക് പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് വരെ നീ അവിടെ ജോലി ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. വർഷേ, നീ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുക. വർഷേ, നീ പ്രഗ്നൻ്റ് ആണ്. അതിനെക്കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ മതി, അല്ലാതെ വേറൊന്നിനെക്കുറിച്ച് ചിന്തിക്കുക. നീ എപ്പോഴും തന്നെ ഈ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഓർമ്മിപ്പിക്കുന്നത് എനിക്കത് ഓർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിനക്ക് എന്താ ഓർക്കേണ്ടത്? റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചോ? നീ അതിൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് നോക്ക്, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. വർഷേ, നീ പറയുന്നതിനനുസരിച്ച് ഞാൻ തലയാട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നീ പ്രഗ്നൻ്റ് ആണ്, നിന്നെ വിഷമിപ്പിക്കാനായിട്ട് പാടില്ല. നീ വിഷമം തട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കും എന്നതിനുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ പറയുന്നതിനെല്ലാത്തിനും ഞാൻ തല കുലിക്കാൻ നിൽക്കുന്നത്. എന്ന് വിചാരിച്ച് നിന്റെ തോന്നിയ ഇഷ്ടത്തിനൊന്നും നീ ചെയ്യാൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും വർഷയാണെങ്കിൽ, ഓഹോ, നീ അത്രയ്ക്കായല്ലേ, നിന്നെ ഞാൻ അവിടെ വിടാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്യട്ടെ. ഏത് സമയത്താണാവോ ഞാൻ ആ എഗ്രിമെൻറ്റിൽ ഇവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനായിട്ട് തോന്നിയത്? എല്ലാം എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് വർഷ സ്വയം പഴിചാരുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ്. അപ്പോൾ ചന്ദ്ര ഭാമയെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഭാമയോട് പറയാണ്, അതേ ഭാമേ, ഞാനേ ശ്രുതിക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്തി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഭാമ ഞെട്ടിപ്പോണം. നീ എന്തൊക്കെയാണ് പറയുന്നത് ചന്ദ്രേ? ശ്രുതിക്ക് വേണ്ടി പെണ്ണിനെ കണ്ടെത്തിയെന്നോ? അവൻ ഓൾറെഡി ഒരു പെണ്ണുണ്ടല്ലോ, അവൻ്റെ ഭാര്യ. അവൻ താലി കെട്ടിയ പെണ്ണ് ശ്രുതി. അതൊക്കെ മറന്നിട്ടാണോ നീ വേറൊരു പെണ്ണിനെ കണ്ടെത്തിയത്? അവളോ? ആ പെരിങ്കള്ളിയോ? ആ പെരിങ്കള്ളി ഒന്നും വേണ്ട. അവളെ പണക്കാരിയാണെന്നും പറഞ്ഞുകൊണ്ട് കള്ളത്തരം പറഞ്ഞു. പക്ഷേ ഞാൻ ശരിക്കും ഒറിജിനൽ ഒരു പണക്കാരിയെ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. നീ എന്തൊക്കെയായി പറയുന്നത്? നീ ആരെ കണ്ടെത്തി നീ പറയുന്നത്? അത് വേറെ ആരുമല്ല, ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറുടെ മകള്. അവൾക്ക് എത്രമാത്രം പണമാണെന്നറിയാവോ? നല്ല സുന്ദരിയാന്നേ. കണ്ടാൽ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് പോകും. പുതിയ റെസ്റ്റോറൻറ്റിലൊക്കെ ഇടാൻ വേണ്ടി അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് 1-2 കോടി രൂപയുടെ അല്ല, 15 കോടിയെല്ലാം മുടക്കിയാണ് അവൾ റെസ്റ്റോറൻറ്റ് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മകനെ ആലോചിച്ചാലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും നിനക്കല്ല വല്ല ഭ്രാന്താണോ ചന്ദ്രേ? നിൻ്റെ മകൻ 2ാം കെട്ടാണ്. അപ്പോൾ ആ പെണ്ണ് ആ 2ാം കെട്ടായ ചെറുക്കനെ വല്ല ആലോചിക്കോ, ചിന്തിക്കോ? പിന്നെ അതുമാത്രമല്ല, ശ്രുതിയും ഇപ്പോഴും ഭാര്യയും ഭർത്താവുമാണ്. അവർ ഡിവോഴ്സ് ആയിട്ടില്ല. ഈ കാര്യങ്ങൾ വല്ലതും ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാലേ കേസ് കൊടുക്കും. കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീ അകത്താകും ചന്ദ്രേ. എനിക്കതല്ല അറിയാം എൻ്റെ ഭാമേ. അതിനുള്ള വഴികളെല്ലാം ഞാൻ ചെയ്യും. ആദ്യം ശ്രുതിയെയും കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കും. അതിനുശേഷം അവനെ കൊണ്ട് പ്രിയയെ ഞാൻ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തങ്ങനെ നിൽക്കും. എത്രയും പെട്ടെന്ന് ആ പെരിങ്കള്ളിയെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ആട്ടിപ്പായിക്കണം. എനിക്ക് ആ ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. ഇനി അവൾ എൻ്റെ കുടുംബത്തിലേക്ക് കാലെടുത്ത് വയ്ക്കില്ല ഭാമേ. ചന്ദ്രേ, നീ ചെയ്യുന്നതെല്ലാം മഹാപാപമാണ് കേട്ടോ. പാപോ? എന്ത് പാവം? എൻ്റെ മകന് നല്ലൊരു ഭാവി കിട്ടാൻ വേണ്ടി അവളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മകന് തിരിഞ്ഞു നോക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാം കൊണ്ടും ഓക്കെ ആവും. എൻ്റെ മകൻ കോടീശ്വരനായിട്ട് പോകും. പിന്നെ അത് മാത്രമല്ല, ഈ പ്രിയയ്ക്കും എൻ്റെ മകനിൽ ഒരു കണ്ണുണ്ടോ എന്നൊരു സംശയം. അത് നിനക്കിങ്ങനെ അറിയാം? വീട്ടിൽ വന്നപ്പോഴേ ശ്രുതിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടം കണ്ട് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു അവള്. ഞാനതൊക്കെ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ എൻ്റെ മകനോട് അവൾക്ക് താല്പര്യമുണ്ട് ഭാമേ. ഇടഞ്ഞപ്പോഴേക്കും
ഭാമക്കാണെങ്കിൽ ആകെ പേടി തോന്നുന്നു. ചന്ദ്രേ, എല്ലാം ചെയ്യുമ്പോൾ നീ സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാനായിട്ട്. അതല്ല എനിക്കറിയാം എൻ്റെ ഭാമേ, എല്ലാം ഞാൻ നോക്കിയും കണ്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി. എങ്ങോട്ട്? അവളെ ഒന്ന് കാണണ്ടേ, അവളെ കണ്ട് സംസാരിക്കണ്ടേ, അവളുടെ മനസ്സൊക്കെ മാറ്റിയെടുക്കണ്ടേ. അതിനു വേണ്ടി അവളുടെ അടുത്ത് നമുക്ക് പോയേ മതി. അവൾ നീ ഇറങ്ങേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാമയെ വിളിച്ചുകൊണ്ട് ഇറങ്ങാം. ഇതേ സമയം തന്നെ നമ്മുടെ രേവതി പൂവെല്ലാം കൊടുത്തിട്ടുണ്ട് വരുമ്പോൾ ദേ അരുണിൻ്റെ അമ്മ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ആ രേവതി മോളോ, എവിടെ പോയിട്ട് വരാം മോളെ? ഞാൻ കുറച്ച് പൂ കൊടുക്കാൻ പോയതാ. ആൻറ്റി എവിടെ പോയതാ? ഞാനൊരു വീട് വരാൻ പോയതാണ് മോളെ എന്നൊക്കെ പറയാം. ആ മോളെ കണ്ടത് ഏതായാലും നന്നായി. അരുണിൻ്റെ കാര്യേ ഭയങ്കര കഷ്ടത്തിലാണ്. കാരണം അവന് ഭയങ്കര സങ്കടമാണ്. ദേവുവിന് അത്രയും മാത്രം അവൻ സ്നേഹിക്കുന്നുണ്ട്. അവളെ കിട്ടില്ലെന്നായി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ മനസ്സാകെ തകർന്നു പോയൊരവസ്ഥയാണ്. എൻ്റെ മകൻ്റെ സങ്കടവും കൊണ്ട് എനിക്ക് ഇനി ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മകന് വേണ്ടി ഞാനൊരു പെണ്ണ് ആലോചിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി ഞെട്ടിപ്പോവാണ്. എന്താ ആൻറ്റി പറയുന്നത്? അതിന് അരുൺ സമ്മതിക്കോ? അവൻ വേറെ പെണ്ണിനെ കെട്ടാനായിട്ട് സമ്മതിക്കോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആൻറ്റി അവനോട് ചോദിച്ചായിരുന്നോ? ഞാൻ അവനോട് ഇങ്ങനെ കാര്യം പറഞ്ഞായിരുന്നു. ദേവുവിന് ഇനി കിട്ടില്ലല്ലോ, ഞാൻ വേറൊരു പെണ്ണിനെ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കേ അവനൊരക്ഷരം മിണ്ടില്ല. ഒന്നും മിണ്ടാതെ കണ്ണും മിഴിച്ചിങ്ങനെ നോക്കി നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ എൻ്റെ മകനെ ഞാൻ പറഞ്ഞാൽ കേൾക്കും. ഞാൻ പറയുന്നതിൽ അപ്പുറം അവൻ പോവില്ല. എൻ്റെ മനസ്സ് നന്നായിട്ട് അറിയാം. അവൻ്റെ മനസ്സിൽ ദേവുവാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ? സച്ചി ഇതിലെ എതിർത്ത് നിൽക്കുകയല്ലേ. അപ്പോൾ സച്ചിയെ മറികടന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയോ? കഴിയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ? സച്ചി ഒന്ന് മനസ്സ് വിചാരിച്ചെങ്കിൽ എൻ്റെ മോന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഇനി ഒന്നും പറയേണ്ട രേവതി, എൻ്റെ മകൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് ഈ ആൻറ്റി പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നി. എൻ്റെ ദൈവമേ, ദേവുവിൻ്റെ മനസ്സ് കാണാനായിട്ട് ആരും ഇല്ലല്ലോ. ഇനി എങ്ങനെയാ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് നമ്മുടെ രേവതി. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രയും ഭാമയും കൂടി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നിരിക്കുക. അപ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഇരുന്നിങ്ങനെ നിൽക്കുമ്പോൾ വെയിറ്റർ വരികയാണ്. എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ട, ഞങ്ങൾക്ക് പ്രിയയെ ഒന്ന് കാണാൻ പറ്റുമോ? മേഡം അകത്തുണ്ട്, നിങ്ങൾ പോയി കണ്ടോ എന്ന് പറയാം. അങ്ങനെ ഭാമ പറയാണ്, ചന്ദ്രേ എനിക്ക് പേടിയാവുന്നു ചന്ദ്രേ, എന്തെങ്കിലും പ്രശ്നമാവും. ഒന്നും മിണ്ടാതിരിക്കും ഭാമേ. എന്ത് പ്രശ്നമാകാനായിട്ട്? ഒരു പ്രശ്നമാവില്ല, നീ എൻ്റെ ഒപ്പം വന്നാൽ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി നേരെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ മോളെ പ്രിയേ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആൻറ്റിയോ, വാ ആൻറ്റി, വാ 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 വന്നിരിക്കുക ആൻറ്റി. എന്താ ആൻറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം? അത് പിന്നെ ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോഴേക്കുവേ ഞാൻ മോളെ ഒന്ന് കണ്ട് പിന്നെ എൻ്റെ മകൻ ശ്രീകാന്തിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശ്രീകാന്ത് അതിനൊന്ന് ലീവാണല്ലോ ആൻറ്റി. ആണല്ലേ? ഷോ, അവനെന്താ ലീവ് എടുത്തത്? ഞാനത് അറിഞ്ഞില്ലല്ലോ അവൻ ലീവ് എടുത്ത കാരണം എന്താന്ന്. അപ്പോഴേക്കും ഭാമേ, ഇതാണ് ഞാൻ പറഞ്ഞത്. ദേ പ്രിയ. അപ്പോൾ ആൻറ്റി എന്നെക്കുറിച്ചൊക്കെ പറയാറുണ്ടോ? പിന്നെ ഞാൻ മോളെക്കുറിച്ച് ഒരുപാട് പറയാറുണ്ട് അല്ലേ ഭാമേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അതെ, എന്താ ആൻറ്റി എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് ഭാമയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയാ, മോളെ ഭയങ്കര പണക്കാരിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ട ചന്ദ്രൻ ഞെട്ടിപ്പോവാണ്. അപ്പോൾ പെണ്ണാണെങ്കിൽ ഇങ്ങനെ നോക്കി ചിരിക്കുകയും ചെയ്യാണ്. എന്താ ഭാമേ നീ പറയുന്നത്? മോളെ അത് മാത്രമല്ല മോള് നല്ല സ്വഭാവക്കാരിയാണ്, നല്ല സുന്ദരിയാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓഹോ, അപ്പോൾ ആൻറ്റി അതൊക്കെ പറയുമല്ലോ എന്നെക്കുറിച്ച്. പിന്നെ മോളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോൾക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ ആൻറ്റി? കല്യാണക്കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കാറില്ല. അത് വഴിയേ നടന്നോളും. ഈ ബിസിനസ്സിലൊക്കെ ഇപ്പം നന്നായിട്ട് പിടിച്ചു നിൽക്കണം. അതിനുശേഷം എനിക്ക് കല്യാണം മതി. പിന്നെ എന്നെപ്പോലെ ഒരു ബിസിനസ്സുകാരനെ കെട്ടാനാണ് എനിക്ക് താല്പര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ മോളെ പോലൊരു ബിസിനസ്സുകാരനെ ഞാൻ കണ്ടെത്തി മോളെ. കണ്ടു കഴിഞ്ഞാലേ നല്ല സുന്ദരൻ, കുഞ്ചാക്കോ ബോബനെ പോലെ ഇരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭാമയ്ക്ക് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഭാമ നീ ചിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചിരിച്ചെന്നേ ഉള്ളു. അതേ മോളെ നല്ല സ്മാർട്ടാണ്, എല്ലാ ജോലിയും നല്ല ഉത്തരവാദിത്തോടെ ചെയ്യും, നല്ല ബിസിനസ്സുകാരനാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആൻറ്റി, എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്നാണ് ആൻറ്റി. കാരണം ഒരാളെ മനസ്സിലാക്കിയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ഇത് മോള് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മോൾക്ക് ഇഷ്ടപ്പെടും. ഇനി എന്തിനാണ് ഇങ്ങനെ വൈകിപ്പിക്കുന്നത്? എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നല്ലതല്ലേ മോളെ? ആൻറ്റി ആരെയാ കണ്ടെത്തിയിട്ടുള്ളത്? ആൻറ്റിയുടെ മകനെ പോലൊരാളെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ മോളെ, എൻ്റെ മകനെ പോലൊരാളെയാണ്.
ആ ആൻറ്റിയുടെ മകനെ പോലെ ഒരാളെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ്. ആണോ മോളെ? അയ്യോ, അങ്ങനെയാണെങ്കിൽ മോൾക്ക് ആ ചെറുക്കൻ ഇഷ്ടപ്പെടും, കൺഫേം ആയിട്ട് ഇഷ്ടപ്പെടും. ആൻറ്റി എന്തായാലും ഇപ്പം ഏതായാലും ആൻറ്റി നോക്കണ്ട, കുറെ കഴിയട്ടെ, അതിനുശേഷം ഞാൻ ആൻറ്റിയോട് പറയാം. എനിക്ക് അയാളെ കാണണം, സംസാരിക്കണം, അയാളെക്കുറിച്ച് നന്നായിട്ട് അറിയണ്ടേ. ഒരാളെ കാണുമ്പോൾ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ അയാളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യട്ടെ, അതിനുശേഷം മതി. ശരി മോളെ, മോളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവാണ്. കണ്ടോ ബാമേ, കണ്ടോ അവളുടെ മനസ്സ് മാറുന്നത് കണ്ടോ? എൻ്റെ മകനെ പോലൊരാളെയാണോ കണ്ടെത്തി നമ്മൾ ചോദിച്ചത് കേട്ടില്ലേ? അപ്പോൾ സുധിയെ അവൾക്ക് ശരിക്കും ഇഷ്ടമാണ്, അവൾക്കൊരു കണ്ണുണ്ട്. അപ്പോൾ സുധിക്ക് വേണ്ടി ആലോചിച്ച് കഴിഞ്ഞാൽ അവൾ എതിർപ്പൊന്നും പറയില്ല. ഉറപ്പായിട്ടും ഈ കല്യാണം നടക്കാൻ അവൾ കൂട്ടു നിൽക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതി അമ്പലത്തിലാണല്ലോ. അപ്പം അമ്പലത്തിലേക്ക് ഈ സച്ചി ഒരു ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നു. രേവതി, രേവതി, ഇതാണ് ഞാൻ പറഞ്ഞ പയ്യൻ രേവതി. ഇതേ നമ്മൾ ദേവുവിന് വേണ്ടി നമുക്ക് ആലോചിക്കാം. നല്ല ജോലിയൊക്കെ ഉണ്ട്, നാട്ടിൽ തന്നെ താമസിക്കുന്ന ഒരാൾ, അങ്ങനെയാണല്ലോ ദേവു പറഞ്ഞത്. നല്ല ശാന്ത സ്വഭാവം, എല്ലാം കൊണ്ടും നല്ല രീതിയിൽ കുടിക്കില്ല, വലിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചേട്ടാ എന്നെക്കുറിച്ച് എന്തിനായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്? ചേട്ടാ പോടാ, കുറിച്ച് ഞാൻ പുകഴ്ത്തിയെന്നും അല്ലല്ലോ പറഞ്ഞത്, ഉള്ള കാര്യം പറഞ്ഞല്ലേ. അപ്പം രേവതിക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തലയിൽ പുക പോകുന്ന ഒരവസ്ഥയാണ്. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ ചേട്ടാ. നീ പൊയ്ക്കോടാ എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയാണ്. രേവതി, നിൻ്റെ അഭിപ്രായം എന്താ സച്ചിയേട്ടാ ഇത്? ഒരാളെ പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്താണ് നിൻ്റെ അഭിപ്രായം? ദേവുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് അയാളുടെ മുഖത്ത് നോക്കി പറയാനായിട്ട് പറ്റുമോ സച്ചിയേട്ടാ? സച്ചിയേട്ടൻ എന്താ ഒരു ബോധമില്ലാത്തതുപോലെ നടന്ന് കാണിക്കുന്നത്? അതുമാത്രമല്ല, ദേവു ഡിഗ്രി പഠിച്ച് ജോലി കിട്ടിയ ഒരാളാണ്, ഇയാൾ വെറും +2 അല്ലേ. പക്ഷേ ഒന്നെങ്കിൽ ദേവുവിനെക്കാലം വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ദേവുവിൻ്റെ ഒപ്പമെങ്കിലും പഠിച്ചിരിക്കണം. അല്ലാതെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെയൊക്കെ ദേവുവിൻ്റെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ സച്ചിയേട്ടാ? ഇത് കഴിഞ്ഞപ്പോഴേക്കും ആണല്ലേ രേവതി, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. വിദ്യാഭ്യാസം അയാൾക്ക് കുറച്ച് കുറഞ്ഞു പോയല്ലേ? കുറഞ്ഞു പോയി. എങ്കിൽ പിന്നെ ഞാൻ വേറെ ആരെങ്കിലും ആലോചിക്കാം. എൻ്റെ സച്ചിയേട്ടാ ധൃതിയില്ല, എന്തിനിങ്ങനെ ധൃതി പിടിച്ച് ചെറുക്കന്മാരെ ആലോചിക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല സച്ചിയേട്ടാ. കാര്യമുണ്ട്. ദേവുവിൻ്റെ മനസ്സൊക്കെ മാറ്റിയെടുക്കണം. അവളെ പെട്ടെന്നൊരു കല്യാണം കഴിപ്പിച്ച് കൊടുത്താലേ അവൾക്ക് വേറൊരു ചിന്തയും ഇല്ലാതിരിക്കുള്ളൂ രേവതി. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് വേറൊരു ചെറുക്കനെ നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രേവതിക്ക് ശരിക്കും അരിശ്യം വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, എങ്ങനെ സച്ചിയുടെ മനസ്സൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കുമെന്ന് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധിയാണെങ്കിൽ ബെഡ്റൂമിൽ ഇങ്ങനെ ബുക്കും വായിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഡോറി വന്ന് ആരോ മുട്ടുകയാണ്. എൻ്റെ ദൈവം, ഈ സമയത്ത് ആരോ വന്ന് വിളിക്കുന്നു. അച്ഛനാണോ? അച്ഛാ, അതെ ഞാൻ ഷോറൂമിൽ പോയായിരുന്നു അച്ഛാ, ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി ഓടി വന്നതാ അച്ഛാ, ഞാൻ പൊയ്ക്കോളാം അച്ഛാ എന്ന് പറഞ്ഞപ്പോഴേക്കും ചന്ദ്ര തുറക്കടവാതിൽ. അമ്മയായിരുന്നോ? എന്താ അമ്മേ? എടാ നീ ഷോറൂമിലൊന്നും പോയില്ലെന്ന് എനിക്കറിയാടാ, നീ ഇവിടെ തന്നെ ഉണ്ടെന്നറിയാം. നീ എന്തിനാണ് റൂം അടച്ച് പൂട്ടിയിട്ടിരിക്കുന്നത്? നീ ആരെ വിളിക്കാൻ? അയ്യോ അമ്മേ, ഞാൻ ആരെയും വിളിച്ചില്ല, ഞാൻ ചുമ്മാ റൂം അടച്ച് പൂട്ടിയിട്ടിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആരെ വിളിക്കാൻ? എനിക്ക് ആരെയും വിളിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? ഇത് കഴിഞ്ഞപ്പോഴേക്കും അതെ നിനക്ക് ജീവിതത്തിൽ നല്ലൊരു കാര്യം വരാൻ പോവാണ്. എനിക്ക് ജീവിതത്തിൽ നല്ലൊരു കാര്യം. എന്താ അമ്മേ? അത് പിന്നെ നിനക്ക് വേണ്ടി ഞാനൊരു പെണ്ണിനെ കണ്ടെത്തി. അമ്മ ഓൾറെഡി എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്തിയായിരുന്നല്ലോ, അതാണല്ലോ ശ്രുതി. ആ പെരിങ്കള്ളിയുടെ കാര്യമൊന്നും എന്നോട് പറയാൻ നിൽക്കരുത്, എനിക്ക് അവളെക്കുറിച്ച് കേൾക്കുന്നതേ അരിശമാണ്. ഞാൻ അതല്ല പറഞ്ഞത്, നിനക്ക് വേണ്ടി വേറൊരു പെണ്ണിനെ കണ്ടെത്തിയെന്നാ പറയുന്നത്. അവള് നല്ല പണക്കാരിയാണ്, ബിസിനസ്സുകാരിയാണ്. അമ്മയ്ക്കിത് എന്താ പറ്റിയത്? മോനെ, നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തും. കല്യാണം നടക്കുന്ന കാര്യമല്ല പറ എൻ്റെ പൊന്നമ്മേ. ശ്രുതിയാണ് കല്യാണം കഴിച്ചത്. ഞാൻ കെട്ടിയ താലി ഇപ്പോഴും അവളെ കഴുതി തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ ഇനി വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നാണ് അമ്മ പറയുന്നത്. എടാ, ആ താലി നീ കെട്ടിയതാണെങ്കിൽ ആ താലി നിനക്ക് തന്നെ പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടത്തോടാ, എന്നിട്ട് ഞാൻ പറഞ്ഞ ആ പെണ്ണിനെയും കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കും. അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അമ്മ എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കരുത്. ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ നിൻ്റെയും പ്രിയയുടെയും കല്യാണം ഞാൻ നടത്തോടാ,
ശ്രുതിയുടെയും സുധിയുടെയും ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടക്കും. ഇനി അതിനു വേണ്ടിയുള്ള പുറപ്പാടാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് എന്നും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.